വസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ. വസ്സലാം, സലാം എന്ന് പറഞ്ഞാൽ സലാം, സലാമത്ത്, രക്ഷ. സലാം എന്ന് പറഞ്ഞാൽ അവിടെ സലാമത്ത്, അല്ലെങ്കിൽ ഈ സമാധാനം, സലാം, സുരക്ഷയും സമാധാനവും. സലാമത്ത് എന്ന് പറഞ്ഞാലും സലാം എന്ന് പറഞ്ഞാലും സുരക്ഷ, സമാധാനം. വസ്സലാമു, സുരക്ഷയും സമാധാനവും. നമ്മൾ അസ്സലാമു അലൈക്കും എന്ന് അറിയുമ്പോൾ എന്താ? സുരക്ഷയും സമാധാനവുമാണ്. അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷയുണ്ടാകട്ടെ, അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം പെയ്തിറങ്ങട്ടെ എന്നുള്ളതാണ് അതിൻ്റെ മാന. വസ്സലാമു, സലാം, അലാ മൻ ഇത്തബഅൽ ഹുദാ. അലാമൻ, ആരുടെ മേലാണ്? ഇത്തബഅൽ ഹുദ, അൽ ഹുദ അനുധാവനം ചെയ്തവരുടെ മേലാണ്. അൽ ഹുദ, അൽ ഹുദ എന്ന സന്മാർഗം. ഇത്തബ അനുധാവനം ചെയ്തു. മൻ ഇത്തബഅൽ ഹുദ, സന്മാർഗം പിന്തുടർന്നവൻ ആരോ അവൻ്റെ മേലാണ് എന്ത്? വസ്സലാം, സലാം. വസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദ. അൽ ഹുദ, അള്ളാഹുവിൽ നിന്നുള്ള ഹുദ, സന്മാർഗം. അല്ല പറഞ്ഞിട്ടില്ലേ പണ്ട് സ്വർഗത്തിൽ നിന്നിട്ട് ഇറക്കിയപ്പോൾ, വൽനഹ്ബിതു മിൻഹാ ജമീഅൻ, എല്ലാവരോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞില്ലേ? എല്ലാവരോടും നടത്തണമെങ്കിൽ ആദം, ഹവ്വ, പിന്നെ അവർക്ക് പിന്നെ പരീക്ഷണമായി നിശ്ചയിച്ച ഇബ്ലീസ് ഒക്കത്തിന് എല്ലാവരെയും ഇറക്കി. എന്നിട്ട് പറഞ്ഞെന്താ? ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എൻ്റെ ഹുദ വരും, ആ ഹുദ വന്നാൽ അതിനെ പിൻപറ്റിയവർ, സ്വീകരിച്ചവർ, ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഭയക്കേണ്ട, വലാ ഹും യഹ്സനൂൻ, ദുഃഖവും വേണ്ട എന്ന് പറഞ്ഞു. അതേപോലെ വേറൊരിടത്ത് പറഞ്ഞ് ഫമൻ ഇത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യഷ്ഖ. അതിന് നമുക്ക് വരും ഇവിടെ. ഫമൻ ഇത്തബഅ ഹുദായ, എൻ്റെ ഹുദയെ പിൻപറ്റിയവൻ, ഫലാ യദില്ലു വലാ യഷ്ഖ, അവൻ പിഴച്ചു പോകൂല, അവൻ ക്ലേശിക്കുകയില്ല. അവന് സുരക്ഷയാണ്, അവന് സമാധാനമാണ്. അപ്പോൾ അതാണ് അള്ളാഹു മനുഷ്യന് നേർവഴിയിൽ പോകാൻ അവതരിപ്പിച്ച ഹുദ, സന്മാർഗം. അതിനെ പിൻപറ്റിയവൻ അവർക്കാകുന്ന എന്ത്? അസ്സലാം, അസ്സലാം. അത് ഫിറൗൻ പിൻപറ്റിയ ഫിറൗനുണ്ട്. ഫിറൗനോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞില്ല. പിന്നെയോ ഫിറൗനോട് പറഞ്ഞത് വസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദ. ആ സലാം വേണോ? ഇത്തബഇൽ ഹുദ, ഹുദയെ നീ പിൻപറ്റിക്കോ എന്നുള്ളതാണ്.